ഞാൻ ജോലിക്ക് പോകുന്നതിനോട് അവന് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ എന്റെ സാലറി ഇട്ടിട്ട് വേണ്ടല്ലോ ഇവിടെ ജീവിക്കാൻ. നീതു, ഒരു മിനിറ്റ്. എന്നെ മനസ്സിലായില്ലേ? ഞാനാ സൂരജ്. സെന്റ് ജോസഫിൽ +2 നമ്മൾ ഒരേ ക്ലാസ്സിലായിരുന്നു. ഓ, നീയോ? ആ, ഞാനിപ്പോൾ ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. പണ്ട് നീ എന്തോ ക്ലാസ് ടോപ്പർ മറ്റുള്ളായിരുന്നോ? ഞാൻ വിചാരിച്ചല്ലോ ഡോക്ടറോ എഞ്ചിനീയർ ആകാനും ആയി കാണുന്നു. എന്താണേലും ഇപ്പോഴത്തെ അവസ്ഥ കൊള്ളാം. എന്താ മോളെ ഇവിടെ? ആരാ ഇത്? അമ്മയ്ക്ക് മനസ്സിലായോ? ടീച്ചറാ? സൂരജ്, പണ്ടത്തെ ക്ലാസ് ടോപ്പർ. അമ്മ ഇവനെ കണ്ടുപിടിക്കണമെന്നല്ലായിരുന്നോ പറയാറ്? ഇപ്പൊ ഡെലിവറി ബോയ്യാ. മോനെ നീയായിരുന്നോ? പെട്ടെന്ന് കണ്ടപ്പോ മനസ്സിലായില്ല. ആളാകെ മാറിപ്പോയിരിക്കുന്നു. ഇത്ര കാലമായി കണ്ടിട്ട്. വാ, പുറത്ത് വെക്കാതെ അകത്തേക്ക് വാ. വേണ്ട ടീച്ചറാ, ഞാൻ പോവാ. എനിക്ക് കുറച്ച് ഡെലിവറി ഉണ്ട്. നീ വന്നിട്ട് പോയേ. വന്നിരിക്കടാ. മോനെ നീ സുഖായിരിക്കുന്ന? സുഖായിരിക്കുന്നു ടീച്ചറെ. അല്ല, ടീച്ചർ വീടാണോ അവസാനം? അല്ല, ഇത് നീതുന്റെ വീടാ. നാളെ ഞങ്ങൾക്കൊരു യാത്രയുണ്ട്, അതിനുവേണ്ടി വന്നതാ ഞാന്. ടീച്ചറെ, ഞാൻ ഇറങ്ങട്ടെ, ഒരു ഡെലിവറി ഉണ്ടായിരുന്നേ. നീ ഇരിക്കേ, ഒരു മിനിറ്റ് ഇരിക്കേ, പോരാ. നാളെ ഞങ്ങൾ മോൻ്റെ അടുത്ത് പോവാ. 1 മാസം കഴിഞ്ഞിട്ട് പിന്നെ വരുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ ഇതേ ഉള്ളൂ. ഇതെപ്പോഴും എൻ്റെ അടുത്തുണ്ടാവും. എൻ്റെ ഫേവറേറ്റ് ആണ്. കൊള്ളാം. നീ പണ്ട് എഞ്ചിനീയറിംഗിന് ചേർന്നതല്ലേ? പിന്നെന്താ ഇങ്ങനെ? എഞ്ചിനീയറിംഗിന് പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. പിന്നെ എനിക്ക് പണിക്കിറങ്ങേണ്ടി വന്നു. അനിയത്തിനെ പഠിപ്പിക്കണ്ടേ? അവളിപ്പോ PG കേട്ടോ. ഞാൻ വേറെ പല പണിക്കും പോകാൻ നോക്കിയതാ, പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. ഇതാകുമ്പം ഇടയ്ക്ക് വേറെ കാര്യങ്ങൾ നടക്കും. സാരല്ലടാ, ഒക്കെ ശരിയാവും. ഞാനേ പോയി വന്നിട്ട് വിളിക്കാം. നമുക്കൊന്ന് കാണണം. ശരി ടീച്ചറെ. മറ്റുള്ളവരുടെ അവസ്ഥയെ നോക്കി ഇങ്ങനെ പരിഹസിക്കരുത് മോളെ. നീ ഇത്രത്തോളം പഠിച്ചിട്ട് എന്താ കാര്യം? അതിന്റെ ഗുണം മറ്റുള്ളവരുടെ പെരുമാറുമ്പോ കാണിക്കണം. കംഫർട്ട് സോണിൽ ജീവിച്ച നിനക്കേ അവനെ മനസ്സിലാവില്ല. സ്വന്തം സ്വപ്നങ്ങൾ മാറ്റിവെച്ച് വേണ്ടപ്പെട്ടവർക്ക് തണലാകുന്നവർ തോറ്റവരല്ല, തന്റെ ജീവിതം കൊണ്ട് മാതൃക തീർത്ത യഥാർത്ഥ വിജയികളാണവർ.